അനന്തമായ ആകാശത്തിനും നിയതമായ ഭൂമിക്കുമിടയിൽ സുശീലയും ഓണത്തിരക്കുകളിൽ ഓടി നടന്നു. സ്പന്ദിക്കുന്ന ജീവബന്ധുക്കളിലെല്ലാം ഓണം എന്ന മന്ത്രം മാത്രം തുടിച്ചു. കർക്കിടകമഴയിൽ പൊടിഞ്ഞ പുല്ലു ചുത്തിക്കോരി പഴയ തറവാടിൻ്റെ മുറ്റത്തിൻ്റെ അരികുകൾ വൃത്തിയാക്കിയിരിക്കുന്നു. ഒതുക്കുകല്ലിലെ പൂപ്പൽ എത്ര വരച്ചു കളഞ്ഞിട്ടും സുശീലയ്ക്ക് തൃപ്തി തോന്നിയില്ല. നവവധുവിനെ പോലെ തറവാടും തൊടിയും അണിഞ്ഞൊരുങ്ങുന്നതും ഓണത്തിന് മാത്രമാണ്. തൊടിയിൽ തുമ്പപ്പൂവും കൊങ്ങിണിപ്പൂവും കിണറ്റിൻകരയിൽ മുക്കുത്തിപ്പൂവും ഓണത്തിന് വിരുന്നിനെത്തിയിരിക്കുന്നു. മുറ്റത്തെ വാടാമല്ലിയും കോളാമ്പയും പവിഴമല്ലിയും ചെണ്ടുമല്ലിയും തെച്ചിയും ചെമ്പരത്തിയും മന്ദാരവും വയലറ്റും മഞ്ഞയും ചുവപ്പും വെള്ളയും പൂക്കൾ ചൂടി നിൽക്കുന്നു. ചാണകം മെഴുകിയ മുറ്റത്ത് പൂക്കളമിട്ടിരുന്ന ആ തറവാട്ടിലെ കുട്ടികൾക്കൊപ്പം താനും ഉണ്ടായിരുന്നു. വേലക്കാരിയുടെ മകളായിട്ടല്ല, സുശീല അവരുടെ കളിക്കൂട്ടുകാരി കൂടിയായിരുന്നു. മക്കളെല്ലാവരും ഉദ്യോഗവും വിവാഹവുമായി വലിയ തറവാട്ടിൽ നിന്നും പറന്നു പോയിരിക്കുന്നു. ആ വീട്ടിൽ പല മുറികളും ഭാരമേറിയ ചേർത്തടച്ച വരവാതിലുകളും പിറകിൽ ഇരുട്ടും മാറാലയും പൊടിച്ച് കൂടിപ്പാർത്തു. ജനാലയഴികളിലും മരസമാനങ്ങളിലും ചേക്കേറിയ പ്രാണികളും ഇരട്ടവാലൻ പുഴുക്കളും ചുരുട്ടിലും പൊടിയിലും യഥേഷ്ടം വിഹരിച്ചു നടന്നു. ചാക്രിക ചലനം പോലെ തറവാട്ടിൽ തൻ്റെ അമ്മയ്ക്ക് ശേഷം സുശീല ജോലികൾ ഏറ്റെടുത്തു. വീട് നിറയുന്ന ദിവസത്തിന് മുന്നൊരുക്കമായി. ദ്രവിച്ച ജനാലക്കീറുകൾ കരഞ്ഞു തുറന്നു മലർന്നു. സുശീല വൃത്തിയായി തുറന്നിട്ട ജനാലയുടെ മരയഴികളിലൂടെ മുറികളിൽ ഓണവെയിൽ വെളിച്ചം ഒളിച്ചു നോക്കി. മുറികളുടെ തറയിൽ ജനാലഴികളിൽ നിഴൽചിത്രം തീർത്തു. മക്കൾ ദൂരെയായിരുന്നപ്പോൾ ഒറ്റപ്പെട്ടുപോയ കരുണമാഷും മാധവേടത്തിയും മാത്രമുള്ള തറവാട്ട്. അവരെ മക്കളെപ്പോലെ നോക്കാൻ, അവരുടെ ഷാഠ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ, മനസ്സ് തുറക്കലുകൾക്ക് കാതു ചേർക്കാൻ, ചെറിയ യാത്രകൾക്ക് കൂട്ടുപോകാൻ, സ്നേഹപൂർവ്വം ശാസിക്കാൻ ഇപ്പോൾ സുശീല മാത്രമേ ഉള്ളൂ. ധൃതിയിൽ ജോലികൾ തീർത്തു വയ്ക്കുമ്പോഴും സുശീലയുടെ മനസ്സിൽ അമ്മയെ കാത്തിരിക്കുന്ന തൻ്റെ 2 പെൺമക്കളുടെയും വൃദ്ധയായ അമ്മയുടെയും ചിന്തകൾ അലട്ടി. ചെറിയ ഉരുളികളിലെ നിറഞ്ഞ കാളനും എരിശ്ശേരിയും കൂട്ടുകറിയും മാമ്പഴ പുളിശ്ശേരിയും മാങ്ങാക്കറിയും വാഴയില മുറിച്ചെടുത്ത് മൂടി വെച്ചു. ഇലയുടെ പച്ചപ്പിനിടയിൽ സ്വാദും മണവും കൂട്ടിക്കലർന്നു. മൺകലങ്ങളിൽ പുളിയിഞ്ചിയും നാരങ്ങാക്കറിയും കഴുത്തിലെ നേർത്ത വെള്ളത്തുണിക്കെട്ടുകളായി സുശീലയുടെ കൈപുണ്യമായി മണം പരത്തി. ഒരാഴ്ചയായി ഉരുളിയിലെ കാഞ്ഞ വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞു കോരിയ കായ്പേരിയും ശർക്കര വരട്ടിയും വലിയ ചില്ലുഭരണികളിൽ അറച്ചു നിറച്ചു. മക്കൾക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുത്തയക്കാനുള്ളത് പൊതിഞ്ഞു വെച്ചോ സുശീലെ? നേരിയതിൻ്റെ ചുളിവുകൾ വലിച്ചെടുത്ത് മാധവേടത്തി ചോദിച്ചു. അതൊക്കെ ഇന്നലെ തന്നെ ചെയ്തു. ഇനി പായസത്തിനുള്ളത് കൂടി ഒരുക്കി വെക്കണം. ബാക്കി കൂട്ടാനും പായസവും നാളെ ശരിയാക്കാം, അവൾ പറഞ്ഞു. വലിയ ഉരുളികളും ചെമ്പും തവികളും ആയാസപ്പെട്ട് മച്ചിമുകളിൽ നിന്നും അവൾ വലിച്ചിറക്കി കിണറ്റിൻകരയിലേക്ക് ചുമന്നു. എന്തിനാ ഇതൊക്കെ ഒറ്റയ്ക്കണ് ചെയ്യണ കുട്ടിയെ? സഹായത്തിന് പറമ്പ് പണിക്കാരെങ്കിലും വിളിക്കാറുന്നില്ലേ? കോലായിൽ നിന്നും കരുണമ്മാഷി വിളിച്ചു വെച്ചു. അവരൊക്കെ ഇന്നിത്തിരി നേരത്തെ പോയി. ഉത്രാടല്ലേ? അവൾ തനിക്ക് വീട്ടിൽ ചെയ്ത് തീർക്കാനുള്ളവയുടെ പട്ടികയിൽ ഒരാവർത്തി കടന്നുപോയി. രാഘവേട്ടന് തുന്നൽക്കട അടക്കുവോ ആവോ? കുട്ടികൾ ഓണപ്പുടവയ്ക്ക് കാത്തിരിക്കുന്നുണ്ടാവും. അമ്മയുടെ മരുന്നും വാങ്ങണേ. പച്ചക്കറിയും വെളിച്ചെണ്ണയും പപ്പടവും വാങ്ങണം. ഉരുളികളിൽ ചാരവും ചകിരിയും ചേർത്തുരച്ചു. വിയർപ്പ് മുത്തുമണികളായി സുശീലയുടെ മുഖത്തും കഴുത്തിലും തങ്ങി നിന്നു. ഒഴുകിയിറങ്ങിയ വിയർപ്പ് ദേഹം നനച്ചു. വലിയ പാത്രങ്ങളിൽ മൂക്കിയൊഴിച്ച് വെള്ളം തെറിച്ചും വസ്ത്രങ്ങൾ കാൽമുട്ടിന് താഴെ നനഞ്ഞൊട്ടി. കിഴക്കുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന വിറക് തണുത്തു തുടങ്ങിയിരിക്കുന്നു. അവൾ കഴുകി വെളുപ്പിച്ച പാത്രങ്ങൾ അടുക്കളക്കോലായിൽ കയറ്റിവെച്ചു. ധൃതിയിൽ ഉണക്കാനിട്ട വിറക് വാരിക്കുട്ടി. വെയിൽ പിൻവാങ്ങി സന്ധ്യ പരക്കാൻ തുടങ്ങി. മതി സുശീലെ, ബാക്കി പണി നാളെ ആവാം. നല്ലവണ്ണം സന്ധ്യയാവണു. മാധവേടത്തി മുറ്റത്തേക്കിറങ്ങി. എന്തിനാ വയ്യാണ്ട് ഈ ചവിട്ടുപടികളൊക്കെ കയറി ഇറങ്ങണേ? വല്ലയിടം തട്ടിത്തടഞ്ഞു വീണാലേ മക്കൾ എന്നെ പറയാട്ടോ. സുശീല ഉറക്കെ ചിരിച്ചു. എനിക്കൊന്നും വരില്ല. നീ ദേവുവിനോട് കുട്ടികളോടും ഓണം ഉണ്ണാൻ വരാണം പറയണം കേട്ടോ, അവർ വീണ്ടും സുശീലയെ ഓർമ്മിപ്പിച്ചു. അയ്യോ, അമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യ. ഇത്രയിടം വരാൻ ബുദ്ധിമുട്ടാവും. വയസ്സായില്ലേ. അവർക്കെന്തെങ്കിലും ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കാം. സുശീലയുടെ സ്വരം നെടുവീർപ്പിൽ ചിലമ്പിച്ച് നേർത്തു. എന്നാൽ
തയ്യാറായെന്ന് ഇച്ചിരി എടുത്തോ, ഞാൻ തന്നേക്കാം. നിനക്ക് നാളെ നേരത്തെ പണിക്ക് വരേണ്ടതല്ലേ? എന്നാലും കുട്ടികളോട് എന്തായാലും വരാൻ പറയണം. അശോകനും ഭാര്യയും നാളെ പുലർച്ചെ വണ്ടിക്കെത്തും. സുശീല പുഞ്ചിരിച്ചു. മാധവേടത്തിയുടെ കണ്ണിലെ മാതൃഭാവങ്ങൾ തിരയിളക്കുന്നത് അവൾ കണ്ടു. വീട്ടിലെ ഏക മകൻ അശോകൻ എത്ര തിരക്കിലും ഓണത്തിന് അവധിയെടുത്ത് അയാളും ഭാര്യയും ഡൽഹിയിൽ നിന്നും വീട്ടിലെത്തും. താനില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഓണമുണ്ടാകില്ലെന്ന് അയാൾക്കറിയാം. അശോകനും സഹോദരിമാരും കുട്ടികളും കൂട്ടുകാരും ഒത്തുകൂടുന്ന ചുരുക്കം ദിവസങ്ങൾ, ഓർമ്മകൾ. പൊന്നോണമായിട്ട് ഒരാണ്ട് പേറുന്ന വൃദ്ധ ദമ്പതികളുടെ മനസ്സ് തന്നോളം വേറെ ആരാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക? സുശീല സ്വയം ചോദിച്ചു. പക്ഷെ ഉത്തരത്തിനായി അവൾ കാത്തു നിന്നില്ല. അവളെ ചൂഴ്ന്നിറങ്ങുന്ന ഉത്തരവാദിത്തങ്ങൾ അവളുടെ കാലുകളുടെ വേഗത ചലിപ്പിച്ചു. മാധവേടത്തി മരയലമാരയിലേക്ക് അടുക്കുപാത്രങ്ങൾ തിരഞ്ഞു. സ്റ്റീൽപാത്രത്തിൻ്റെ അടുക്കുകളിൽ കറികൾ നിറച്ചു. കുട്ടികൾക്ക് കൊടുക്ക്. കടലാസ പൊതികളിൽ വറവു പലഹാരം ഉരസി ശബ്ദമുണ്ടാക്കി. നാളെ ഞാൻ നേരത്തെ വരാട്ടോ, തനിക്ക് പിറകിൽ നടന്നെത്തിയ മാധവേടത്തിയോട് അവൾ പറഞ്ഞു. മരുന്ന് കഴിക്കാൻ മറക്കണ്ട മാഷേ, ചൂടുവെള്ളവും ഊണും വിഷമേലുണ്ട്. പാത്രങ്ങൾ തൂക്കി ചവിട്ടുപടി ഇറങ്ങുന്നതിനിടയിൽ ഉമ്മറത്തെ ചാരുപടിയിൽ ചാരിയിരിക്കുന്ന മാഷയെ അവൾ ഓർമ്മിച്ചു. അയാളെ തലയാട്ടി. നടന്നു നീങ്ങുന്ന അവളെ പിന്തുടർന്ന അവരുടെ കണ്ണുകളിൽ സഹതാപം നങ്കൂരിട്ടു. പാവം, അവൾ തന്നെ എല്ലായിടത്തും ഓടിയെത്തണ്ടേ? അയാളുടെ സ്വരേടറി. ദേവുവിൻ്റെ മകൾ സുഷിയിലേക്ക് വിവാഹാലോചന നടത്തിയത് മാഷും ഭാര്യയായിരുന്നു. പണിയന്വേഷിച്ചെത്തിയ ബാല്യക്കാരൻ, നാടും വീടും ഇല്ലാത്ത യുവാവ് നല്ലൊരു പണിക്കാരനാണെന്ന് മാഷ്ക്ക് തോന്നി. അവൻ സുഷീലയ്ക്ക് നല്ലൊരു ഭർത്താവും വീട്ടിലെ ആൺതുണയുമാവുമെന്ന് അയാൾ കരുതി. സുഷീലയുടെ അമ്മ ദേവുവിൻ്റെ സമ്മതം തേടാൻ ഭാര്യയെ മാഷ് ഏൽപ്പിച്ചു. ഓനെ നമ്മുടെ സുഷീലയ്ക്ക് കല്യാണം ആലോചിച്ചാലോ എന്നാ മാഷ് പറയണത്? ദേവുവിനോട് മാധവിയെടുത്തി പറഞ്ഞു. നല്ലതാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഇനിയൊക്കെ അവളുടെ യോഗം പോലെ. ദേവു എന്ന ദഗ്ധനയായ അമ്മയ്ക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. എവിടെയാണ് കണക്കുകൂട്ടൽ പഠിച്ചത്? മാഷ് ആലോചിച്ചു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന സുശീലയുടെ ഭർത്താവിനെ പലപ്പോഴും നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചെങ്കിലും നാടോടിയായ അയാൾ ഒരിടത്ത് ഒതുങ്ങി താമസിക്കാൻ വേഗം തന്നെ താല്പര്യമില്ലാതായി. അയാൾ പോയി. മാധവേടത്തി കിഴക്കൻ മലയിലേക്ക് പണിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മകളുടെ തലമുടിയിൽ തലോടി സുശീല പറഞ്ഞു. അവളുടെ ഉദരത്തിൽ തുടിക്കുന്ന മറ്റൊരു ജീവൻ കൂടി അയാളെ അനാഥമാക്കിയിരുന്നു. നീരുവന്ന കാൽപാദം വലിച്ചു നീങ്ങുന്ന സുശീല പിഴച്ചുപോയ കണക്കുകളിലെ കത്രിക പൂട്ടുന്ന തിരിച്ചറിവിൽ ദേവുവും മാഷും മാധവേടത്തിയും നേറി. ദിവസങ്ങൾ ഇരുട്ടി വെളുത്തു. ഋതുക്കൾ മാറി മറിഞ്ഞു. അവനിനി വരില്ലെന്ന് തോന്നണു. കാത്തിരിപ്പിൻ്റെ അറ്റമില്ലാത്ത ചരടിൽ പിടിച്ചു നിന്നവർ പറഞ്ഞു, പാവം, ആ പെണ്ണിനെ കഷ്ടത്തിലാക്കി. നാട്ടുകാർ അടക്കം പറഞ്ഞു. ചിലർ പരിഹസിച്ച് ചിരിച്ചു. സഹതാപവും പരിഹാസവും ഇരുതല മോർച്ചയുള്ള വാളായിട്ട് ചെറുപ്പക്കാരിയായ സുശീലയ്ക്ക് മേളിൽ ശീൽക്കാരമുയർത്തി. എന്തിനേയും പ്രതിരോധിക്കുന്ന പടച്ചട്ടയായിട്ട് മൗനം കനത്തു. തന്നെ മാത്രം ആശ്രയിക്കുന്ന അമ്മയുടെയും പെൺമക്കളുടെയും ആവശ്യങ്ങൾ തൻ്റെ കടമ മാത്രമായി. അവൾ അടുത്തണഞ്ഞു. ആ യുദ്ധത്തിൽ ഒരു നിമിഷം പതറാതെ ഒറ്റയാൾ പടയായിട്ട് അവൾ പോരാടി. ഉത്രാടത്തിരക്ക് കവലയിലെ കടകളിലെ ആളുകൾ നിറച്ചു. രാഘവേട്ടൻ്റെ കടയിൽ മുനിഞ്ഞു കത്തുന്ന ബൾബിന് താഴെ വീതിയുള്ള തയ്യൽ മിഷയിൽ സുഷീലയ്ക്കുള്ള തുണിപ്പൊതി അയാൾ കരുതി വെച്ചിരുന്നു. ബീഡിക്കറയുള്ള ചുണ്ടിൽ ചിരിവരത്തി സുഷീലയ്ക്ക് അതെടുത്തു കൊടുത്തു. രാഘവേട്ടൻ്റെ ഓണക്കോടിയുടെ തയ്പ്പൊക്കെ നന്നായോ എന്ന് കുട്ടികളോട് ചോദിക്കണം. നിൻ്റെ കൂടി തുണി തന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. പഴയ തയ്യൽ മെഷീൻ വൃത്തിയാക്കി അയാൾ പറഞ്ഞു. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ, പറ്റിയില്ല രാഘവേട്ട. അവളുടെ സ്വരം നേർത്തു. ഏയ് സാരമില്ലാന്ന്, എനിക്ക് പണ്ടത്തെ പോലെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും റെഡിമെയ്ഡ് തുണി മതിയല്ലോ. അയാളുടെ കണ്ണിൽ നരച്ച കൃഷ്ണമണികൾ വട്ടം കറങ്ങി. സുശീല വെറുതെ ചിരിച്ചു. നിനക്ക് പിടിപ്പത് പണി കാണില്ലേ? മാഷ്ട മക്കളൊക്കെ ഓണത്തിനെത്തിയില്ലേ? എല്ലാവരും വരും. എന്നാൽ പിന്നെ കാണാം. എനിക്കൊന്ന് കടയിൽ പോകണം. അവൾ കവലയിലെ മറ്റൊരു കടയിലേക്ക് വിരൽ ചൂണ്ടി. ആഹാ, ആയിക്കോട്ടെ. അയാൾ പഴയ കട പൂട്ടി താഴിടാൻ തുടങ്ങി. പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങാൻ ആളുകൾ കടയിൽ തിരക്ക് കൂട്ടുന്നു. വാങ്ങിയ കുറച്ച് പച്ചക്കറികൾ തുണിസഞ്ചിയിൽ നിറയ്ക്കുമ്പോഴാണ് അവൾ ചാരായത്തിൻ്റെ വാടയോടൊപ്പം പൊങ്ങിയ ശബ്ദം കേട്ടത്. ഡീ സുഷീലേ, നിൻ്റെ കെട്ടിയവൻ കിഴക്കന്മലയെന്ന് വന്നോടി. ഔ ഷാജി, ഇവൻ വലിയ ശല്യമാവുമല്ലോ. അവൾ പുരുവർത്തു. ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ ഒരു സുഖമുണ്ടടി. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഷാജിയുടെ ആഭാസച്ചിരി മുഴങ്ങി. അയാളെ മുണ്ട് മുകളിലേക്കൊന്ന് തുറത്തു വെച്ചു.
മുന്നോട്ടാഞ്ഞു. സുശീലയുടെ വഴി തടഞ്ഞു. മാറണണ്ട വഴിന്ന്. കോപവും സങ്കടവും അയാളുടെ ചുറ്റിനും ചീറ്റിയൊഴിഞ്ഞു. ഷാജിയെ, നീ അവളെ വെറുതെ വിട്ടെന്ന്. അവൻ്റെ ഒരു സൂക്കേട്, കടയിലെ പരിചയക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. വിയർപ്പും കണ്ണീരും തുടച്ച് അവൾ മരുന്ന് കട ലക്ഷ്യമാക്കി നടന്നു. മൗനത്തിൻ്റെ വിള്ളലിൽ നിന്നും തേങ്ങൽ പുറത്തു വന്നു. ഭാരമേറിയ സഞ്ചികളുമായി ഇരുട്ടും ചളിയും കൂടിക്കുഴഞ്ഞ ഇടവഴിയിൽ താണ്ടി സുശീല വീട്ടിലേക്ക് നടന്നു. ചെറിയ വീടിൻ്റെ മുറ്റത്ത് പൂക്കൾ നന്നായി വാടിക്കിടന്നിരുന്നു. മക്കൾ ഓടിയെത്തി അവളുടെ പക്കൽ നിന്നും സഞ്ചികളും പൊതികളും വാങ്ങിച്ചു. ഓണക്കോടി പുറത്തെടുത്തു. മകൾ നേഹ ഭംഗി നോക്കി. അവളുടെ വിരലുകൾ കോടിയുടെ മിനുപ്പിലൂടെ ഒഴുകിയിറങ്ങുന്നത് കണ്ട് സുശീല ഹിതാർത്ഥയെ. നാളത്തെ ഓണസദ്യയുടെ പണിയൊക്കെ തീർന്നോ? സുശീലയുടെ അമ്മ അവളോടൊപ്പം ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്നു. കുറേയൊക്കെ തീർന്നു, ഇനി നാളെ. വേദനിക്കുന്ന ചുമലും പുറവും സുശീല വളച്ചു നിവർത്തി. ഒറ്റയ്ക്ക് ഇങ്ങനെ വലിച്ചു തീർക്കാനാണ് എൻ്റെ മോളുടെ യോഗം. ദേവു മകളുടെ വേർപ്പൊട്ടിയ മുടിയിഴകളിൽ തഴുകി. അവരുടെ കണ്ണുകൾ ഈർണേ. നല്ലൊരു ഓണായിട്ട് ഈ അമ്മ കരയണം. സുശീല അമ്മയുടെ മരുന്ന് പൊതി തിരഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവൾ സഞ്ചികൾ തൂക്കിയെടുത്ത് അകത്തേക്ക് നടക്കുന്ന മൂത്ത മകൾ സ്നേഹയോട് പറഞ്ഞു. മകളുടെ മുഖത്തെ ഗൗരവം അവളെ ചകിതയാക്കി. കൗമാരത്തിൻ്റെ കളിചിരികൾ, അവർക്ക് കൈവശം വന്നിരിക്കുന്ന തങ്ങളെ ചൂടുന്ന ദാരിദ്ര്യവും അമ്മയുടെ കഷ്ടപ്പാടും അവളെ വേഗം മുതിർന്നവളാക്കാൻ നിർബന്ധിക്കുന്നതിൽ സുശീല കിണ്ണയായി. ഈറൻ മുടിയുടെ തുമ്പിൽ ഇരുണ്ടു നിന്ന വെള്ളത്തുള്ളികൾ തട്ടിക്കളഞ്ഞു. സുശീല അടുപ്പിൽ തീപൊരുക്കി. മെല്ലെ കത്തിപ്പടരുന്ന വിറകിൽ നിന്നും പുകച്ചെറിയ അടുക്കള നിറച്ചു. രണ്ടു കൂട്ടം ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കാം. പിന്നെ തറവാട്ടിൽ നിന്നും മാധവേടത്തി കുറേ തന്നുവിട്ടിട്ടുണ്ട്. നാളെ രാവിലെ കറി ഉണ്ടാക്കാനൊന്നും നേരം കാണില്ല. പച്ചക്കറികൾ കഴുകിയെടുക്കുമ്പോൾ സ്നേഹത്തോടെ അവൾ പറഞ്ഞു. പുകമണം മാറി അടുക്കളയിൽ സാമ്പാറിൻ്റെ കായമണം പരന്നു. കാതിളകിയ ചെറിയ ചീനച്ചട്ടിയിൽ കടുകും മുളകും കറിവേപ്പിലയും മുരിഞ്ഞു പൊട്ടി. മോളു, നാളെ പപ്പടം കാച്ചെടുത്തോളൂ, ഇതാ അവിടെയുണ്ട്. സുശീല ചുമരിലെ കരി പിടിച്ച മരത്തട്ടിലേക്ക് വിരൽ ചൂണ്ടി. സ്നേഹേ, നീ കൈ പൊള്ളാതെ നോക്കണം, കാഞ്ഞ വെളിച്ചെണ്ണയാണ്. സുശീല താക്കീത് കൊടുത്തു. ശരിയമ്മേ, ഞാനതൊക്കെ നോക്കിക്കൊള്ളാം. ഈ അമ്മയുടെ ഒരു പേടി. സ്നേഹ ഉച്ചത്തിൽ ചിരിച്ചു. അവൾ അടുക്കുപാത്രങ്ങളുടെ അടുക്കുകൾ തുറന്ന് കറികൾ രുചിച്ചു. മകള് വലുതായി വരുന്നു. സുശീലയുടെ മനസ്സിൽ അഭിമാനവും. ആദിയും മത്സരിച്ച് നടന്നു കയറി. സുശീല അതിരാവിലെ തറവാട്ടിലെത്തുമ്പോൾ തന്നെ മുറികളിൽ വെളിച്ചം തെളിഞ്ഞിരുന്നു. അശകേട്ടനും ഭാര്യ എത്തിയെന്ന് തോന്നുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. മുറ്റം തൂത്തുവരുമ്പോൾ ഉണക്കയിലകൾ നനുത്ത ഈർപ്പത്തിൽ കുതിർന്ന് ചൂലിൽ കുരുങ്ങി. തൻ്റെ ഓർമ്മകൾ പോലെ ഇവിടം വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്തവർ. ഈ തൊടിയിലും ഉമ്മറത്തും തട്ടിമ്പുറത്തും മാഷുടെ മക്കളും താനും കളിച്ചു നടന്നിരുന്ന ഓണക്കാലം തെന്നലായി അവളെ തഴുകി കടന്നുപോയി. എല്ലാവരും എത്തിയോ? പ്രായം മറന്ന് ഉത്സാഹത്തിൽ ഓടി നടക്കുന്ന മാധവടത്തിയോട് സുശീല ചോദിച്ചു. അശോകനും അതീതിയും പുലർച്ചെത്തി. അനസൂയ ഇന്നലെ രാത്രി തന്നെ വന്നു. അവളും അതീതിയും കൂടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. അവരും ഇപ്പോഴെത്തും. അർച്ചനയും കുട്ടികളും ഇതാ എത്താറായിട്ടുണ്ട്, യാത്രയില്ലാന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അതിഥി നിന്നെ അന്വേഷിച്ചു കേട്ടോ. അവർ സുശീലയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താപ്പോൾ സ്നേഹം? സുശീല കണ്ണിറുക്കി ചിരിച്ചു. ഈ ഗോസായി പെണ്ണിനെ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തുള്ളി തറവാട് വെറുപ്പിച്ച ആളാ. സുശീല പൊട്ടിച്ചിരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ കണ്ടുമുട്ടിയ കാശ്മീരി പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അശോകൻ പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടിയ അമ്മ അവർ കരഞ്ഞും കലഹിച്ചും മകനെ ശാസിച്ചു. അയാളോട് പരിഭവിച്ച് കടന്നുപോയ ദിനങ്ങൾ. ഓളെ അത്ര ഇഷ്ടമായിട്ടുണ്ടാവും അശോകേട്ടന്. അത് മടിയിൽ നിന്ന് ശാഠ്യം പിടിക്കണേ. അന്ന് മാധവേടത്തിയോട് സുശീല ചോദിച്ചു. അയാളുടെ പക്ഷം പറഞ്ഞു. അതേതീ നല്ല സ്നേഹമുള്ള ആളാണ്. ഇവിടെ എല്ലാവരെയും അവൾക്ക് വലിയ കാര്യമാണ്. തറവാട്ടിലെ കാരണവന്മാരുടെ സുഹൃത്തം. മാധവേടത്തി നെഞ്ചിൽ കൈത്തലം ചേർത്ത് കാലം ഓർമ്മകളേക്കാൾ വേഗത്തിൽ കുതിക്കുമെന്ന് സുശീലയ്ക്ക് തോന്നി. വാടിയ വാഴയില ചീന്തി സുശീല നേർമയിൽ അരിമാ വരച്ചു. ഇല ചുരുട്ടി വാഴനാരുകൊണ്ട് കെട്ടിവെച്ചു. ചരുവത്തിൽ തിളച്ച വെള്ളത്തിൽ ഇലപ്പൊതികൾ പുഴുങ്ങിയെടുത്തു. സുശീലയുടെ വിരലുകൾ ദ്രുതചലനം അതിഥി നോക്കി നിന്നു. ഇതെന്തിനാണ്? തുടുത്ത മുഖഭാവത്തോടെ വിക്കി അതിഥി ചോദിച്ചു. ഇത് പാലട പായസത്തിന്. മലയാളമൊക്കെ പഠിച്ചൂലേ? സുശീല വിസ്മയം മറച്ചു വെച്ചില്ല. കുറച്ച് അതിഥിയുടെ ചുവന്ന ചന്തമാർന്ന ചുണ്ടുകളിൽ ചെറുചിരിയിൽ വിടർന്നു. സുശീല പണിത്തിരക്കിലാണല്ലേ? ഞാൻ വന്നോട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് സുശീലയ്ക്ക്. വലിയ തുണിപ്പൊതി കയ്യിലേൽപ്പിച്ച് അർച്ചന സുശീലയെ കെട്ടിപ്പിടിച്ചു. സുഖം തന്നെ, എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു. തന്നെ പുണരുന്ന കൂട്ടുകാരിയുടെ കണ്ണുകളിൽ നോക്കാതെ സുശീല പറഞ്ഞു. സുശീല പെട്ടെന്ന് ഈ ഓണക്കോടി ഒന്ന് ചുറ്റിയൊന്നേ, എനിക്കൊരു ഫോട്ടോ എടുക്കാനാണ്. അവൾ സുശീലയെ നിർബന്ധിച്ചു. ആഹാ, പാലട പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്താലോ? ഓ ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടമല്ലേ. സുശീല തലയാട്ടി. ഈ പഴയ അടുക്കളയിൽ വെളിച്ചം പോരാ. കിഴക്കേ മുറ്റത്തെ അടുപ്പിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ സുശീലെ? അർച്ചന ചോദ്യം എറിഞ്ഞു. പിന്നെന്താ,
കുഞ്ഞുമോള് പറഞ്ഞ സുശീല എന്തിനും റെഡിയല്ലേ? അടുക്കളയിലേക്ക് വന്ന അശോകനാണ് ഉത്തരം പറഞ്ഞത്. അല്ല അനു, അയാൾ അടുത്ത് നിൽക്കുന്ന മൂത്ത സഹോദരി അനസൂയയോട് പറഞ്ഞു. ആരാ കുഞ്ഞുമോള്? അർച്ചനയുടെ മകൾ അമ്മാവനെ തോണ്ടി. അത് നിൻ്റെ അമ്മ തന്നെ. ഈ വാശി കൊടുക്ക. അയാൾ അർച്ചനയുടെ നേരെ വിരൽ ചൂണ്ടി. അതെ, അതൊക്കെ ഒരു രസികൻ കഥ. ദാ അവിടെ എത്തിയിട്ട് ഏട്ടൻ പറയൂ. അനസൂയ ഉരുളിയെടുക്കാൻ സുശീലയെ സഹായിച്ചു. കിഴക്കേ മറ്റത്തിൻ്റെ വലിയ അടുപ്പിൽ വിറകുകുളികൾ തീ പടർത്തി. നെയ്യിലുമൊരിഞ്ഞ വെന്ത അടയിൽ തേങ്ങാപ്പാലും മധുരവും തിളച്ചു നിറഞ്ഞു. തലയിൽ തോർത്തുമുണ്ട് വട്ടം ചുറ്റി, വെള്ളമുണ്ട് മടക്കി ചുറ്റി, വലിയ ചട്ടുകം കൊണ്ട് പായസം അടക്കുന്ന അശോകനെ കണ്ട് അതിഥി അടക്കിച്ചിരിച്ചു. അമ്മാവ, കഥ. ഇറക്കം കൂടിയ പട്ടുപാവാട വലിച്ചു കയറ്റി അർച്ചനയുടെ മകൾ ചിണുങ്ങി. ഇതുപോലെ ഒരു ഓണത്തിന് ദൂരെ പീലിക്കുന്നിൽ പോയി പൂ പറിക്കണമെന്ന് നിൻ്റെ അമ്മയ്ക്ക് വാശി. അന്ന് നിൻ്റെ അമ്മ ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ സുശീല പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി പോയാലോ എന്ന്. മയിലിനെ ചിലപ്പം കാണാൻ പറ്റിയാലോ എന്ന്. അവിടെ മയിൽ വരുമോ? അർച്ചനയുടെ മകൾ ചോദിച്ചു. ഇത്തിരി ദൂരെയുള്ള അകമലയിൽ നിന്നും ചിലപ്പോൾ പറന്നു വരും. ചൂട് കുറഞ്ഞ ഓണവെയിൽ ഞങ്ങൾ കുട്ടികൾ പൂപറിച്ച് പൂക്കുട നിറച്ചു. പറന്നെത്തിയ മയിലുകളെ നോക്കി നിന്നു. ആകാശം ഇരുളുന്നതും മഴക്കാർ പരക്കുന്നതും ഞങ്ങൾ മറന്നു. ഇരുണ്ട മാനം നിറഞ്ഞ മഴക്കാറിൽ പീലി വിടർത്തിയ മയിലുകൾ ശരിക്കും എന്തു ഭംഗിയായിരുന്നെന്നോ. ഈ ചെറുകഥ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നമുക്ക് കാണാം.